ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ആദ്യമായിട്ട് ചാനൽ കാണും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യുക. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, കടൽ കാക്കം ഒപ്പം പഠനവും. ശമ്പളം 56,100 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നു. ആനുകൂല്യങ്ങൾ നേവിയിലാണ്. +2 ബിടെക് ഉള്ളവർക്ക് കേളറ്റ് എൻട്രി ആയിട്ട് ഇതിലേക്ക് കയറാം. തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, +2 സയൻസ് സ്ട്രീമിൽ ജയിച്ചവർക്ക് നേവിയിൽ ബിടെക് പഠിക്കാനും തുടർന്ന് കമ്മീഷൻ റാങ്കോടെ സ്ഥിര നിയമനം ലഭിക്കാനും ഇന്ത്യൻ നേവി അവസരമൊരുക്കുന്നു. 2026 ജൂലൈ ആരംഭിക്കുന്ന +2 ബിടെക് കേഡറ്റ് എൻട്രി പദ്ധതി സ്ഥിരം കമ്മീഷനായിട്ട് കോഴ്സ് വഴി വിദ്യാർത്ഥികൾക്ക് നേവിയുടെ ഭാഗമാകാം. ബിടെക് ബിരുദം ജവഹർലാൽ നെഹ്റു സർവകലാശാല നൽകും. പഠനവും പരിശീലനവും സൗജന്യമായിരിക്കും. എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ ബ്രാഞ്ചുകളിലായിട്ട് 44 വേക്കൻസികളുണ്ട്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്കോ ടെക്നിക്കൽ ബ്രാഞ്ചിലേക്കോ ഉള്ള അലോക്കേഷൻ നേവി തീരുമാനിക്കുന്നതാണ്. അവിവാഹിതരായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും അപേക്ഷിക്കാം. പരമാവധി 7 ഒഴിവുകൾ പെൺകുട്ടികൾക്കാണ്. യോഗ്യത 2007 ജനുവരി 2 2009 ജൂലൈ 1 ഇടയ്ക്ക് ജനിച്ചതായിരിക്കണം. അംഗീകൃത ബോർഡിൽ നിന്നും +2 രീതിയിലെ സീനിയർ സെക്കൻഡറി പരീക്ഷ, തത്തുല്യ പരീക്ഷ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളെടുത്ത് 3 വിഷയത്തിനും കൂടി 70% മാർക്ക് മൊത്തത്തിൽ വാങ്ങി ജയിച്ചിരിക്കണം. ക്ലാസ് 10ലോ 12ലോ ഇംഗ്ലീഷിന് 50% മാർക്ക് വാങ്ങിയിരിക്കണം. 2025 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അഥവാ NTA നടത്തിയ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ മെയിൻ പേപ്പർ 1 BE ബിടെക് പ്രവേശനത്തിന് അഭിമുഖീകരിച്ചിരിക്കണം. മെഡിക്കൽ സ്റ്റാൻഡേർഡ്, ഉയരം, തൂക്കം എന്നിവയിൽ ഇളവ്, ടാറ്റു തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ വിജ്ഞാപനത്തിൽ ലഭിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് രീതി നോക്കാം. JEE മെയിൻ പേപ്പർ 1 കോമൺ റാങ്ക് ലിസ്റ്റിലെ അഖിലേന്ത്യാ റാങ്ക് പരിഗണിച്ചാണ് തിരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടമായ സർവീസ് സെലക്ഷൻ ബോർഡ് SSB ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. SSB ഇൻ്റർവ്യൂ 2026 മാർച്ച് മുതൽ ബാംഗ്ലൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, വിശാഖപട്ടണം എന്നീ കേന്ദ്രങ്ങളിലായിട്ട് പ്രതീക്ഷിക്കാം. സായുധ സേനയിൽ ഓഫീസറായി പ്രവർത്തിക്കാനുള്ള അഭിരുചി SSBയിൽ വിലയിരുത്തപ്പെടും. അവയിൽ ആസൂത്രിത സംഘാടക മികവ്, സാമൂഹിക പരിസ്ഥിതികളോട് ഇണങ്ങാനുള്ള കഴിവ്, ചലനാത്മക സാമൂഹിക ഫലപ്രാപ്തി തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നതാണ്. ഇൻ്റലിജൻസ് ടെസ്റ്റ്, പിക്ചർ റിസപ്ഷൻ ആൻഡ് ഡിസ്കഷൻ ടെസ്റ്റ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, ഗ്രൂപ്പ് ടെസ്റ്റിംഗ്, ഇൻ്റർവ്യൂ എന്നിവയാണ് രണ്ടാം ഘട്ടത്തിൽ. യോഗ്യത നേടുന്നവർക്ക് തുടർന്ന് 3 ദിവസം മുതൽ 5 ദിവസം വരെ നീണ്ടു നിൽക്കാവുന്ന മെഡിക്കൽ പരിശോധനയും ഉണ്ടാകും. പരിശീലനം തിരഞ്ഞെടുക്കുന്നവരെ കേഡറ്റുകളായിട്ട് കണ്ണൂർ ഏഴിമലയിലെ ഇന്ത്യൻ നേവൽ അക്കാദമിയിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിൽ ഒന്നിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ബിരുദ പഠനത്തിന് എൻറോൾ ചെയ്യും. പരിശീലന ചെലവ്, ബുക്ക്, റീഡിംഗ് മെറ്റീരിയൽ എന്നിവ ഉൾപ്പെടെ പൂർണ്ണമായിട്ടും ഇന്ത്യൻ നേവിയാണ് വഹിക്കുക. ക്ലോത്തിങ്, മെസ്സിങ് തുടങ്ങിയവയും കേഡറ്റുകൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യ നിയമനം സബ് ലെഫ്റ്റനന്റ് റാങ്കിലായിരിക്കും ലഭിക്കുക. അടിസ്ഥാന ശമ്പളം 56,100 രൂപയായിരിക്കും. മിലിറ്ററി സർവീസ് പേ 15,500 രൂപയും ലഭിക്കുന്നതാണ്. മറ്റ് അലവൻസുകളും ആനുകൂല്യങ്ങളും ഉണ്ട്. പടിപടിയായി ഉയർന്ന റാങ്കുകളിലേക്ക് നീങ്ങാം. അപേക്ഷ ഓൺലൈനായിട്ട് ജനുവരി 19 വരെ സ്വീകരിക്കുന്നതാണ്. www.joinindiannavy.gov.in വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. തീർച്ചയായിട്ടും ഉപകാരപ്പെട്ട വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.